അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്നത് ഇതിൽ ഓരോ സൺസ്ക്രീൻസും ഏതൊക്കെ സ്കിൻ ടൈപ്പിനാണ് ബെസ്റ്റ് സ്യൂട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഹായ്, ഇന്ന് ഞാൻ കുറച്ചധികം സൺസ്ക്രീൻസിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അധികം സൺസ്ക്രീൻസ് ഒന്നുമില്ല, ഒരു 3-4 സൺസ്ക്രീനേ ഉള്ളൂ. പിന്നെ 3 അതിൽ സാമ്പിൾസ് ആണ്, എനിക്ക് ഫ്രീ കിട്ടിയ സാമ്പിൾസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും സൺസ്ക്രീൻസിന്റെ ഒരുമിച്ച് റിവ്യൂ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ റിവ്യൂ ചെയ്യുന്ന ഓരോ സൺസ്ക്രീൻസും നല്ലത് തന്നെയാണ്, പക്ഷേ ഇത് ഓരോന്നും ഓരോ സ്കിൻ ടൈപ്പിന് പറ്റിയതാണ്. അപ്പോൾ ആദ്യം ഞാൻ സെറ്റാഫിലിനെ കുറിച്ച് പറയാം. ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ, എൻ്റെ ലോങ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടൊക്കെ അറിയാൻ പറ്റും. എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സെറ്റാഫിലിൻ്റെ റിവ്യൂ ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ തൽക്കാലം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് മാത്രം പറയാം. ഇത് ലൈറ്റ് ജെൽ ടൈപ്പ് ടെക്സ്ചറുള്ള ഒരു സൺസ്ക്രീനാണ്. പിന്നെ ബ്രോഡ് സ്പെക്ട്രം പ്രൊട്ടക്ഷൻ ഉണ്ട്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, വൈറ്റമിൻ ഇ, അങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട്. ബട്ട് ഇത് പറ്റിയ സ്കിൻ ടൈപ്പ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ലോങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓയിലി സ്കിന്നും സെൻസിറ്റീവ് സ്കിന്നിന് മാത്രമേ പറ്റിയ ഒരു സൺസ്ക്രീമാണ് സെറ്റാഫിലിൻ്റെ സൺസ്ക്രീൻ. ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ ഒന്ന് കാണിച്ചു. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ടെക്സ്ചറും ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തു, അതിൻ്റെ കമ്പാരിസൺ ഞാൻ കാണിച്ചു തരാം ലൈവായിട്ട്. ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്തത്, ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് ലൈവായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് യൂസ് ചെയ്യുന്നത്. ഈ സൺസ്ക്രീൻ മാത്രം ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. നല്ല ലൈറ്റ് വെയ്റ്റ്, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ നല്ല ലൈറ്റ് വെയ്റ്റ് ജെൽ ടൈപ്പ്, ഒരു ഒഴുകിപ്പോകുന്ന ടെക്സ്ചറാണ്. ഇതാണ് സെറ്റാഫിൽ സൺസ്ക്രീനിൻ്റെ ടെക്സ്ചർ. അപ്പോൾ ഞാൻ ആദ്യം ഈ 2 സൺസ്ക്രീൻസ്, ഡോട്ട് ആൻഡ് കീയുടെ വൈറ്റമിൻ സി ആൻഡ് ഇ സൺസ്ക്രീനും പിന്നെ സെറ്റാഫിലിൻ്റെ സൺസ്ക്രീനും ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഓരോ സൈഡിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ഫ്യൂ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഡിഫറൻസ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ സെറ്റാഫിലിൻ്റെ ഒരു സൈഡ് അപ്ലൈ ചെയ്യുവാണ്. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്, എടുക്കുമ്പോൾ തന്നെ ഒഴുകി പോവാണ്. നല്ലൊരു മൈൽഡ് ഫ്രാഗ്രൻസുമാണ്. പിന്നെ അടുത്ത് ഞാൻ ഇപ്പോൾ അടുത്തായിട്ട് ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീൻ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇതും വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. ഇതാണ് എൻ്റെ ടെക്സ്ചർ, നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. ഇത് സൂപ്പർ ബ്രൈറ്റ് സൺസ്ക്രീൻ ആണെന്ന് പറയുന്നത്. നല്ല ഡാർക്ക് സ്പോട്ട്സ്, വൈറ്റമിൻ സിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡാർക്ക് സ്പോട്ട്സ് കെയർ ആണ്. ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ പോയി നല്ല സ്കിൻ നമ്മുടെ ബ്രൈറ്റ് ആവും, അതാണ് വൈറ്റമിൻ സിയുടെ ഗുണം. ഇത് ഞാൻ ഈ സൈഡിൽ കുറച്ച് തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ജെൽ ടൈപ്പ് ടെക്സ്ചർ ആണ്. ആക്ച്വലി ജെൽ എന്ന് പറയാൻ പറ്റില്ല, ജെൽ ടൈപ്പ് ഓയിലി സ്കിൻ, നല്ല ഫ്ലോയിങ് ഒഴുകുന്ന ടൈപ്പ്, ലൈറ്റ് വെയ്റ്റ്, അത് ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയതാണ്. അപ്പോൾ ഇതാണ് സെറ്റാഫിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തേക്കുന്ന സൈഡ്, ഇത് ഡോട്ട് ആൻഡ് കീ. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം കാണില്ല. എനിക്കിത് അപ്ലൈ ചെയ്തിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല, ലൈറ്റ് വെയ്റ്റ് ആണ്, ഫാസ്റ്റ് അബ്സോർബിങ് ആണ് ഡോട്ട് ആൻഡ് കീ. ബട്ട് ഇത് എനിക്ക് തോന്നുന്നു ഇച്ചിരി ഗ്രീസി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുകാർക്ക് എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ്, അപ്പോൾ എനിക്കൊരു ഇച്ചിരി ഗ്രീസി ആയിട്ട് ഫീൽ ചെയ്യും. ഇത് നല്ല ലൈറ്റ് വെയ്റ്റ്, അറിയുന്നും കൂടെ ഇല്ല, വൈറ്റ് കാസ്റ്റ് ഇല്ല, ഫാസ്റ്റ് ഇത് അബ്സോർബിങ് അല്ല, നല്ല വൈറ്റ് കാസ്റ്റ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് ഇതിൽ ബെസ്റ്റ് ഡോട്ട് ആൻഡ് കീ ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ ഞാൻ ഡോട്ട് ആൻഡ് കീയുടെ ഇൻഗ്രീഡിയൻസ് കൂടെ പറഞ്ഞാൽ, ഇതിൽ വൈറ്റമിൻ സി പ്ലസ് ഇ ഉണ്ട്. വൈറ്റമിൻ സി ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഡാർക്ക് സ്പോട്ട്സ് മാറ്റി നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും, അതാണ് വൈറ്റമിൻ സി. പിന്നെ വൈറ്റമിൻ ഇ എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ സെറ്റാഫിലിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിലും ഉണ്ട് വൈറ്റമിൻ ഇ. ഡോട്ട് ആൻഡ് കീയിൽ വൈറ്റമിൻ ഇയും സിയും ഉണ്ട്. വൈറ്റമിൻ സിയുടെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. വൈറ്റമിൻ ഇ എന്ന് വെച്ചാൽ ഇത് നമ്മുടെ പാച്ചിയും ഡ്രൈ ആവാൻ നോക്കും, ഫൈൻ ലൈൻസും റിങ്കിൾസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റും. പിന്നെ സൺ ഡാമേജിൽ നിന്നും പിന്നെ എൻവയൺമെൻറ്റൽ പുറത്തുള്ള ഡസ്റ്റിൽ നിന്നും എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സിൽ നിന്നും ഒക്കെ നമ്മുടെ ഫേസ് പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ നമ്മുടെ സ്കിൻ ഡ്രൈ ആവാതെ സൂക്ഷിക്കും വൈറ്റമിൻ ഇ. അപ്പോൾ എനിക്കിത് തോന്നിയത് സെറ്റാഫിൽ, ഐ തിങ്ക് എല്ലാവരും പറയുന്നത് ഓയിലി സ്കിന്നിന് നല്ലതാണ്. ബട്ട് ഓയിലി സ്കിന്നാണെങ്കിലും ഇതൊരു ഇറിറ്റേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര ഓയിലിനെസ്സും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല കൈ തൊടുമ്പോഴും ഫേസിലിരിക്കുമ്പോൾ നല്ല ഹെവി ആയിട്ടും നല്ല ഓയിലി ഗ്രീസി ആയിട്ടും തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് ആണ് ബെസ്റ്റ് ഓയിലി സ്കിന്ന്. ബട്ട് ഞാൻ നേരത്തെ ഡോട്ട് ആൻഡ് കീയുടെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോട്ട് ആൻഡ് കീ മോയ്സ്ചറൈസർ, സെറമൈഡ് ബാരിയർ റിപ്പർ മോയ്സ്ചറൈസറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോട്ട് ആൻഡ് കീ യൂസ് ചെയ്തിട്ട് എനിക്ക് കോമ്പിനേഷൻ സ്കിന്നും പിന്നെ ഓയിലി സ്കിന്നുകാർക്കും അത് പിമ്പിൾസ് വരും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേസിൽ ഇവിടെ കുഞ്ഞു ബംസ് പോലെ വന്നിട്ടുണ്ട്, ഇവിടെ ചിന്ന ഏരിയ, നോസ്, അങ്ങനെ ഇവിടെ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഫോർഹെഡിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ പോയി വരുന്നേ ഉള്ളൂ, ഇപ്പോൾ ചെറുതായിട്ട് ഇപ്പോഴും ഉണ്ട്, കുറയുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഒരു മാസം യൂസ് ചെയ്തതിന് ശേഷമാണ് ഡോട്ട് ആൻഡ് കീ എനിക്ക് ഫേസിൽ പിമ്പിൾസ് തന്നത് നല്ലോണം. അപ്പോൾ ഡോട്ട് ആൻഡ് കീ
നിങ്ങൾ മാക്സിമം എനിക്ക് തോന്നി യൂസ് ചെയ്യാതിരിക്കുന്നത്. ഈ 2 സൺസ്ക്രീൻസിൽ സെറ്റാഫിലാണ് പിമ്പിൾസ് വാങ്ങി നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും വരാത്തത്. പിന്നെ ഡോട്ട് ആൻഡ് കീ പിമ്പിൾസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഇത് ലൈറ്റ് വെയിറ്റ് ആണ് സൺസ്ക്രീൻ. ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇതാണ് ഡോട്ട് ആൻഡ് കീ ആണ് എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയത്. ബട്ട് അതിൽ സൈഡ് എഫക്ട്സും വരാൻ ചാൻസ് ഉണ്ട്. ഡ്രൈ സ്കിന്നുകാർക്ക് കുഴപ്പമില്ല, ഡോട്ട് ആൻഡ് കീ സൈഡ് എഫക്ട്സ് ഒന്നും വരില്ല. ബട്ട് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്തത് വരെ നോക്കിയിട്ടില്ല കുറേ നാൾ, അതുകൊണ്ട് എനിക്കറിയില്ല. ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഫേസ് അപ്ലൈ ചെയ്തിട്ട് ഇതിൽ ബെസ്റ്റ് എനിക്ക് തോന്നിയത് ഡോട്ട് ആൻഡ് കീ ആണ്. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ഡീകൺസ്ട്രക്റ്റും പിന്നെ പ്ലമ്മിൻ്റെ നയാസിനമൈഡ് ഹൈബ്രിഡ് സൺസ്ക്രീൻ ആണ്. ഇതാണ് ഡീകൺസ്ട്രക്റ്റ്, ഇതാണ് പ്ലം. ഇത് രണ്ടും ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻസ് ആണ്. അപ്പോൾ ഇതും നമുക്ക് അപ്ലൈ ചെയ്ത ടെക്സ്ചറൊക്കെ നോക്കാം, 2 ഫേസിലും അപ്ലൈ ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യം ഡീകൺസ്ട്രക്റ്റ് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇത് ടെക്സ്ചർ നല്ല തിക്ക് ടെക്സ്ചറാണ് ഡീകൺസ്ട്രക്റ്റ്. ഇത് ജെൽ സൺസ്ക്രീൻ ആണെന്നാണ് പറയുന്നത്, ലൈറ്റ് വെയ്റ്റ് ജെൽ സൺസ്ക്രീൻ. പിന്നെ ഇതിൽ വേറൊരു ഗുണം ഉണ്ടെന്ന് വെച്ചാൽ ഇതിൽ SPF 55, സാധാരണ എല്ലാ സൺസ്ക്രീൻസിലും SPF 50 എന്നല്ല പറയുന്നത്, ഇത് SPF 55+ ആണ്. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഈ സൈഡിൽ കുറച്ചുകൂടെ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുക, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ക്വാണ്ടിറ്റി അപ്ലൈ ചെയ്യാം, കുറച്ചുകൂടെ കൂടുതൽ ക്വാണ്ടിറ്റി ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി മറ്റേ സൈഡിൽ പ്ലമ്മിൻ്റെ നയാസിനമൈഡ് ഹൈബ്രിഡ് സൺസ്ക്രീൻ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് 3x ടാൻ റിഡക്ഷൻ ഉണ്ടാവുന്നതാണ്. 3 ഇരട്ടി ടാൻ റിഡക്ഷൻ ഇതിലുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ 4 hours വാട്ടർ റെസിസ്റ്റൻസും ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ SPF 50 PA++. പിന്നെ വെഗൻ ആണ്, 100% വെഗൻ ആണ്. അപ്പോൾ ഇത് ഞാൻ ഇത് കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിൽ റൈസ് വാട്ടറും വരുന്നുണ്ട്. ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. എനിക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒഴുകി പോകുന്ന പോലെ നല്ല തെന്നി പോകുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഈ 2 സൺസ്ക്രീൻസിൽ എനിക്ക് അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ ബെസ്റ്റ് ആയിട്ട് തോന്നിയത് ഈ സൈഡിൽ ഡീകൺസ്ട്രക്റ്റ് ആണ്, ഈ സൈഡിൽ പ്ലം ആണ്. അപ്പോൾ ഈ 2 സൺസ്ക്രീൻ എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇത് ഈ സൈഡിൽ അറിയുന്നില്ല, ഡീകൺസ്ട്രക്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തൊന്നും അറിയുന്നില്ല, പെട്ടെന്ന് അബ്സോർബ് ആയി. ബട്ട് ഇത് എന്താ പറയുക, ഇച്ചിരി ലൈറ്റ് വെയിറ്റ് ആണ്, ബട്ട് ഇച്ചിരി ഗ്രീസിയാണ്. ഇത് നോൺ ഗ്രീസിയാണ്, വൈറ്റ് കാസ്റ്റ് ഇല്ല ഡീകൺസ്ട്രക്റ്റിന്. ഇതിന് വൈറ്റ് കാസ്റ്റ് ഉണ്ട്, ചെറിയൊരു വൈറ്റ് കാസ്റ്റ് ആണ്. ബട്ട് രണ്ടും അറിയുന്നില്ല, വൈറ്റ് കാസ്റ്റ് അധികം ഇല്ല. ഇത് പക്ഷേ എനിക്ക് പ്ലം ഉപയോഗിച്ചിട്ട് തോന്നിയത് എന്താ വെച്ചാൽ ഇത് ആക്നി പ്രോൺ ഓയിലി സ്കിന്നിന് പറ്റിയതാണ്. ഇതൊരു ഹൈബ്രിഡ് സൺസ്ക്രീൻ ആണ്. എന്ന് വെച്ചാൽ മിനറലും കെമിക്കൽ ഇൻഗ്രീഡിയൻസും ഇതിലുണ്ട്, അതാണ് ഹൈബ്രിഡ് സൺസ്ക്രീൻ എന്ന് വെച്ചാൽ. അപ്പോൾ രണ്ടിൻ്റെയും ഗുണങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ മിനറൽ സൺസ്ക്രീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് നമുക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിന് പറ്റിയതാണ്. നമ്മൾ ഇപ്പോൾ സൺറൈസ് വരുവാണെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്തു പോകും മിനറൽ സൺസ്ക്രീനിൽ. ബട്ട് ആ സ്ഥാനത്ത് തന്നെ നമ്മൾ മറ്റേ കെമിക്കൽ സൺസ്ക്രീൻ ആണെങ്കിൽ അത് നമ്മുടെ കെമിക്കൽ സൺസ്ക്രീൻസ് ഒക്കെ നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്ത് സൺലൈറ്റ് അബ്സോർബ് ചെയ്ത് അത് ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് വ്യത്യാസം മിനറലും ഹൈബ്രിഡ് സൺസ്ക്രീനും. മിനറൽ ആൻഡ് കെമിക്കൽ സൺസ്ക്രീൻ നമുക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സ്ചറാണ് ഹൈബ്രിഡ് സൺസ്ക്രീൻ, മിനറൽ ആൻഡ് കെമിക്കൽ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, യൂസ് ചെയ്യാം. ബട്ട് ഞാനിത് പ്രിഫർ ചെയ്യുന്നത് വെരി ഓയിലി സ്കിൻ ആൻഡ് ആക്നി പ്രോൺ സ്കിന്നായിരിക്കും. പിന്നെ ഇത് റൈസ് വാട്ടർ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ റിഫൈൻ ചെയ്ത് കുറച്ച് നല്ല ഗ്ലോ തരും, അതാണ് റൈസ് വാട്ടറിൻ്റെ ഗുണം. പിന്നെ ഡീകൺസ്ട്രക്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 55+ ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. ഹൈലി എഫക്റ്റീവ് യെറ്റ് ജെന്റിൽ ആണ് പറയുന്നത്. യെസ്, ഇത് ജെന്റിൽ ആയിട്ടാണ് എനിക്ക് ഒരു തിക്ക് ക്രീമി ടെക്സ്ചർ ആയിട്ടാണ് തോന്നുന്നത്. ജെൽ ലൈക്ക് ടെക്സ്ചറിന് എനിക്കിത് പറയാൻ പറ്റത്തില്ല, ബിക്കോസ് ഇത് നല്ല തിക്ക് ക്രീമി ടെക്സ്ചർ. എനിക്ക് തോന്നുന്നത് ഡീകൺസ്ട്രക്ട് ഡ്രൈ സ്കിന്നിന് ബെസ്റ്റ് ആയിരിക്കും ആണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് 55+ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 50+ എന്ന് വെച്ചാൽ ഒരു 98% വരെ സണ്ണിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടും. ഇത് 55 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ, ദാറ്റ് ഇസ് 99% വരെ കുറച്ച് കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് രണ്ടിലും എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയത് ഡീകൺസ്ട്രക്റ്റിൻ്റെ സൺസ്ക്രീനാണ്. ബിക്കോസ് അത് വൈറ്റ് കാസ്റ്റ് ഇല്ല, നോൺ ഗ്രീസി ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഓയിലി സ്കിന്നും കോമ്പിനേഷൻ സ്കിന്നും ഡീകൺസ്ട്രക്റ്റ് ആയിരിക്കും ബെസ്റ്റ്. പിന്നെ പ്ലം ആക്ച്വലി എനിക്കൊരു ഡൗട്ടാണ്. ഇത് ആക്ച്വലി നയാസിനമൈഡിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞില്ലല്ലോ. നയാസിനമൈഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പൺ പോസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യും. പിന്നെ പിഗ്മെന്റേഷൻ അതൊക്കെ റെഡ്യൂസ് ചെയ്യും. ഓപ്പൺ പോസിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അത് റെഡ്യൂസ് ചെയ്ത് നമ്മുടെ റെഡ്നെസ്, ആക്നി വന്നതിൻ്റെ റെഡ്നെസ്, ആക്നി അതൊക്കെ കുറയ്ക്കും. അപ്പോൾ ഇത് ഐ തിങ്ക് ആക്നി പ്രോൺ സ്കിൻ, നമ്മളിപ്പോൾ ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും, ഓയിലി ആണെങ്കിലും കോമ്പിനേഷൻ ആണെങ്കിലും മറ്റേ എന്താ പറയുക ഡ്രൈ സ്കിൻ ആണെങ്കിലും എല്ലാവർക്കും ആക്നി ഉണ്ടാവുമല്ലോ. ആക്നി എന്തായാലും ഒരു ആക്നി എന്തെങ്കിലും വരും. അപ്പോൾ അവർക്ക് ആക്നി പോകാൻ വേണ്ടി സെൻസിറ്റീവ് സ്കിൻ ആക്നി പ്രോൺ സ്കിന്നിന് ബെസ്റ്റാണ്. അല്ലാതെ ഒരുപാട് ഓയിലി സ്കിന്നിന് നല്ലതായിട്ട് എനിക്ക് പ്ലം തോന്നിയിട്ടില്ല. കോമ്പിനേഷൻ എൻ്റെയും കുറച്ച് ഓയിലിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്കിൻ ടൈപ്പ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് ഡീകൺസ്ട്രക്റ്റ് ആണ് ഓയിലിക്കും കോമ്പിനേഷൻ സ്കിന്നും ബെസ്റ്റായിട്ട് തോന്നി. പ്ലം ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യൂല.
ഞാൻ പ്ലം വേറെ ആർക്കും റെക്കമെൻഡ് ചെയ്യാത്തതിൻ്റെ ഒരു കാരണം കൂടിയുണ്ട്. ബിക്കോസ് ഞാൻ ഒരിക്കൽ പ്ലമ്മിൻ്റെ എൻ്റെ അതിൻ്റെ ബോട്ടിലൊന്നും അല്ലെങ്കിൽ കാണിച്ചായിരുന്നു. ഒരിക്കൽ ഞാൻ യൂസ് ചെയ്തിട്ട് നയസിനമൈഡുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. നമുക്ക് പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട്. 1-2 പിമ്പിൾസ് ഒക്കെ എനിക്ക് വന്നു. ബിക്കോസ് നമ്മൾ കൂടുതൽ 10% നയസിനമൈഡുള്ള ഇപ്പോൾ സിറം ഞാൻ അങ്ങനത്തെ ഒരു സിറം യൂസ് ചെയ്തിട്ടാണ് എനിക്ക് പണിയിട്ട് എൻ്റെ ഫേസിൽ 1-2 പിമ്പിൾസ് വന്നു. പിന്നെ അത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഒരുപാട് ബുദ്ധിമുട്ടി. അപ്പോൾ അത് ഞാൻ നല്ലതെന്ന് വിചാരിച്ച് എൻ്റെ പിമ്പിൾസൊക്കെ പോകാൻ വേണ്ടി ആക്നിക്ക് ബെസ്റ്റാണ്. പിന്നെ നമ്മുടെ എന്താ പറയുക, ഈ കൂറ്റ് വന്നിട്ട് ഹോൾസ് ഒക്കെ ഇല്ല, അതൊക്കെ പോകാൻ ബെസ്റ്റാണ്. അപ്പോൾ അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ പക്ഷേ എനിക്ക് പിമ്പിൾസൊക്കെ വന്നു. അപ്പോൾ അതോടെ ഞാൻ മനസ്സിലാക്കി നയസിനമൈഡ് നമ്മൾ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പാടില്ല, അത് നല്ലതല്ല. അത് ആദ്യം യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ 2%, 1%, 2% നയസിനമൈഡുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് പതുക്കെ കൂട്ടി വരിക. ബട്ട് ഞാനത് റെക്കമെൻഡ് ചെയ്യത്തില്ല ആർക്കും. ഡ്രൈ സ്കിന്നുകാർക്ക് ഐ തിങ്ക് പ്ലം ഇസ് ബെറ്റർ, കുഴപ്പമില്ല. ബാക്കിയുള്ളവർക്കൊക്കെ ആക്നി വരാൻ ചാൻസ് ഉണ്ട്. ഡ്രൈ സ്കിൻ എനിക്കറിയില്ല. ഡ്രൈ സ്കിൻ യൂസ് ചെയ്ത് നോക്കിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ 4 സൺസ്ക്രീൻസിൽ എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയ 2 സൺസ്ക്രീൻസ് ഞാൻ പറയാം. എൻ്റെ സ്കിൻ ടൈപ്പിനെ പറ്റിയ 2 സൺസ്ക്രീൻസ്. ഒന്ന് ഡീകൺസ്ട്രക്റ്റും പിന്നെ ഡോട്ട് ആൻഡ് കീ. എനിക്ക് ഈ ഡോട്ട് ആൻഡ് കീയും ഡീകൺസ്ട്രക്റ്റും നോക്കുകയാണെങ്കിൽ എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയ ഇതാണ്. ഇത് നല്ല തിക്ക് ക്രീമി ടെക്സ്റ്റാണ്. ഡ്രൈ സ്കിന്നിന് ബെസ്റ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ കോമ്പിനേഷൻ സ്കിന്നിനും നല്ലതായിരിക്കും ഇത്. ബാക്കി 2 സൺസ്ക്രീൻസ് ഓയിലി സ്കിന്നിന് നല്ലതാണ്. ബട്ട് പ്ലം ഞാൻ ആർക്കും അധികം ബാക്കി 2 സൺസ്ക്രീൻ എന്ന് വെച്ചാൽ സെറ്റാഫിലും പ്ലമ്മും അത് ഓയിലി സ്കിന്നിന് നല്ലതാണ്. ബട്ട് പ്ലം ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. ബിക്കോസ് അത് പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട് നയസിനമൈഡ് ഉള്ളതുകൊണ്ട് തന്നെ. അതെല്ലാവരും ശ്രദ്ധിക്കുക. അതാരും മിക്കവരും വീഡിയോസ് ചെയ്യുമ്പോൾ ആരും അതിനെക്കുറിച്ച് പറയാറില്ല. ബിക്കോസ് എനിക്ക് വന്ന എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. എനിക്ക് പിമ്പിൾസ് വന്നു നയസിനമൈഡ് 10% നയസിനമൈഡ് യൂസ് ചെയ്തിട്ട്. 2% ആണെങ്കിലും പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് കൺക്ലൂഷൻ. അപ്പോൾ ഈ എല്ലാ സൺസ്ക്രീൻസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ, ഓരോന്നിൻ്റെ റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ സൗകര്യം പോലെ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒപ്പീനിയൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ലോങ് വീഡിയോസ് വേറെ ഇതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്യണമെങ്കിലും അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.